ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവുപോലെ NIOSന്റെ സോഷ്യോളജിയിലെ ചാപ്റ്ററുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 8 ആണ്, നോംസ് ആൻഡ് വാല്യൂസ്. സോഷ്യോളജിയിലെ ചാപ്റ്റർ 8 നോംസ് ആൻഡ് വാല്യൂസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ 7 ചാപ്റ്ററോളം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകളെല്ലാം കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുള്ളവർ ധൈര്യമായിട്ട് പറയുക. നിങ്ങളുടെ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ള മറുപടികൾ ഞങ്ങൾ അറിയുന്നുണ്ട്. കമന്റ് സെക്ഷനിൽ നിങ്ങൾ രേഖപ്പെടുത്തുന്ന ഓരോ കമന്റ്സും വിലപ്പെട്ടതാണ്. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയും നോംസ് ആൻഡ് വാല്യൂസ്. അറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ കുറെ കാര്യങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കും. കാരണം സോഷ്യോളജി എന്ന് പറയുമ്പോൾ ഒരു കണക്ഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അതേ ചാപ്റ്ററിന്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്, നോംസ് ആൻഡ് വാല്യൂസ്. പേരിൽ തന്നെയാണ് നോംസ്. നോംസ് എന്ന് പറയുന്നത് എന്താണ്? പെരുമാറ്റങ്ങൾ, അല്ലെ? നോംസ് എന്ന് പറയുമ്പോൾ എന്താണ്? പെരുമാറ്റ ചട്ടങ്ങൾ. വാല്യൂസ് എന്ന് പറയുമ്പോൾ മൂല്യങ്ങൾ. വാല്യൂസ് മൂല്യങ്ങൾ. അപ്പോ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, മൂല്യമുള്ളവരായിട്ടും അതുപോലെ എത്ര വർഷം ജീവിച്ചു എന്നല്ല, എങ്ങനെ ജീവിച്ചു. ചിലപ്പോൾ നമ്മൾ ജീവിക്കുന്ന വളരെ ചുരുക്കം കുറച്ച് ഇയേഴ്സ് ആയിരിക്കും. ആ സമയത്ത് പോലും നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നതിലാണ് എന്ത് വസ്തുത ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ചാപ്റ്ററിന്റെ മൂല്യങ്ങളുമായിട്ടുള്ള ബന്ധപ്പെടുത്തി പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മളെ ഈ ചാപ്റ്ററും. വൈകിപ്പിക്കുന്നില്ല, പതിവ് പോലെ ക്ലാസ്സിലോട്ട് പോവാം. ചാപ്റ്റർ 8 നോംസ് ആൻഡ് വാല്യൂസ്. ഡിഫൈൻ ടേം നോംസ്. എന്താണ് പെരുമാറ്റ മാതൃക എന്നാണ് ചോദിക്കുന്നത്. എന്താണ് പെരുമാറ്റം? അതെ, ഒരാളുടെ ക്യാരക്ടറിനെ സൂചിപ്പിക്കുന്നതൊക്കെയാണെന്ന് പറയുന്നത് പെരുമാറ്റം എന്ന് പറയുന്നത്, അല്ലെ? അതായത് അവിടെ പറയുന്നുണ്ട് സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഒരു സ്ഥിരതയ്ക്ക് തന്നെ കാരണം എന്ന് പറയുന്നത് എന്താണ്? പെരുമാറ്റമാണ്. നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ സ്ഥിരതയ്ക്ക് തന്നെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ പെരുമാറ്റമാണ്. അപ്പൊ നോക്കാം, നമുക്ക് ഫീച്ചേഴ്സിലോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ആളുകൾ പിന്തുടരേണ്ട മാർഗനിർദ്ദേശങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റങ്ങൾ എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കുക, നമ്മുടെ ആളുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? പീപ്പിൾസ് പിന്തുടരേണ്ട കുറച്ച് മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റ മാതൃകകൾ എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിച്ച്, വേറൊന്നും നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് നോംസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ സൊസൈറ്റിയിൽ നമ്മൾ പിന്തുടരേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അല്ലെ? അതായത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ, അല്ലെ? ഒരു സ്ഥലത്ത് പോയിട്ട് അത് എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നത് അടിസ്ഥാനം വിട്ടിരിക്കും. അതായത് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ അവർ പറയുകയാണ് പ്ലീസ് സൈലന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ അങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടത്, അല്ലെ? നമ്മൾ ചിന്തിച്ചു കൊണ്ടുപോകുന്നത് പോലെയല്ല. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അവിടെ പോയിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നടക്കോ? ഇല്ല. നമ്മൾ പോകുന്നത് ഒരു മരണ വീട്ടിലാണെങ്കിൽ അവിടെ പെരുമാറേണ്ട കുറച്ച് രീതികളുണ്ട്. ഒരു കല്യാണ വീട്ടിലാണെങ്കിൽ അവിടെ പെരുമാറേണ്ടി. ഇപ്പൊ ഞാൻ എന്ന് പറയുമ്പോൾ എന്താണ്? പെരുമാറേണ്ട രീതികൾ എന്ത് ചെയ്തിരിക്കുന്നു? വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഇവിടെ പറയുന്നുണ്ട് എന്താണ്? ആളുകൾ പിന്തുടരേണ്ട മാർഗനിർദ്ദേശങ്ങളെയാണ് മാനദണ്ഡങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നത്. മറ്റു വ്യക്തികളുമായി ഇടപഴകുന്നത്, അതുപോലെ തന്നെ മാനദണ്ഡങ്ങൾ അഭികാമ്യമായ പെരുമാറ്റത്തിന്റെ പൊതുവായ മാനദണ്ഡങ്ങളാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആളുകൾ എങ്ങനെ വിശ്വസിക്കുന്നു എന്ന് അവർ സൂചിപ്പിക്കുന്നു. അതായത് ഒരു സാഹചര്യത്തിൽ അനുസരിച്ചാണ് നമുക്ക് ജീവിക്കാനുള്ളത്, അല്ലെ? ആ സാഹചര്യത്തിനനുസരിച്ച് പൊരുത്തപ്പെട്ടു പോകണം. നമ്മൾ പറയുന്നത് നിനക്ക് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അതുമായിട്ട് ഇവിടെ പറയുന്നുണ്ട് എന്താണെന്ന് പറയുന്നത്, പൊതുവായ മാനദണ്ഡങ്ങളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആളുകൾ എങ്ങനെ വിശ്വസിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആളുകൾ എങ്ങനെ വിശ്വസിക്കുന്നു എന്ന് നമുക്ക് നോംസിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു സമൂഹം അംഗീകരിക്കുന്ന പെരുമാറ്റത്തിന്റെ പൊതുവായ ഒരു മാനദണ്ഡമാണ് സാമൂഹിക മാനദണ്ഡം. അപ്പൊ സാമൂഹിക മാനദണ്ഡം എന്താണ്? ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു സമൂഹം അംഗീകരിക്കുന്ന പെരുമാറ്റത്തിന്റെ പൊതുവായ മാനദണ്ഡമാണെന്ന് പറയുന്നത് സാമൂഹിക മാനദണ്ഡം എന്ന് പറയുന്നത്. സാമൂഹിക മാനദണ്ഡങ്ങൾ ഒരു സമൂഹത്തിലെ അംഗങ്ങളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നു. അതായത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടുള്ളതുമായ കുറെ കാര്യങ്ങളുണ്ടല്ലേ? പെരുമാറ്റം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? നമുക്ക് എല്ലാവരോടും പോയി ഒരുപോലെ പെരുമാറാൻ കഴിയോ? ഇല്ല. അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് പെരുമാറ്റം എന്ന് പറയുമ്പോൾ എന്താണ്? കൺട്രോൾഡ് ആണ്. കൺട്രോൾഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നിയന്ത്രിക്കപ്പെടുന്നതാണ്. പെരുമാറ്റം എന്ന് പറയുമ്പോൾ നിയന്ത്രിക്കപ്പെടുന്നതാണ്. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിച്ചിരിക്കുക. ആളുകൾ പിന്തുടരേണ്ട മാർഗനിർദ്ദേശങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? പെരുമാറ്റ മാതൃക അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത്. ആളുകൾ പിന്തുടരേണ്ട നിർദ്ദേശങ്ങളെയാണ് മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റ മാതൃകകൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇവിടെ പറയുന്നത്? ഒരു പ്രത്യേക സാഹചര്യത്തിൽ, അല്ലെ, ഒരു പ്രത്യേക കാര്യത്തിൽ ആളുകൾ അംഗീകരിക്കുന്ന പെരുമാറ്റത്തിന്റെ പൊതുവായ, എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നിർത്തി പറയുന്നത്,
ആളുകൾ പിന്തുടരേണ്ട പെരുമാറ്റത്തിന്റെ പൊതുവായ ഒരു മാനദണ്ഡമാണ് സാമൂഹിക മാനദണ്ഡം. അതായത് സമൂഹത്തിൽ പെരുമാറ്റത്തിന്റെ മാനദണ്ഡമാണ് എന്ത്? സാമൂഹിക മാനദണ്ഡം. അത്രേ ഉള്ളൂ. സമൂഹത്തിൽ പെരുമാറേണ്ട മാനദണ്ഡമാണ് എന്തെന്ന് വിളിക്കുന്നത്? സാമൂഹിക മാനദണ്ഡം എന്ന് പറയുന്നത്. പിന്നെ ഒരു സമൂഹത്തിലെ അംഗങ്ങളുടെ പെരുമാറ്റത്തെ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങ് നിയന്ത്രിക്കാതെ വിടുകയാണോ? അല്ല, ഒരു കൺട്രോൾഡ് ഉണ്ട് അല്ലെ? സമൂഹത്തിലെ പെരുമാറ്റങ്ങൾ തമ്മിൽ എന്തുണ്ട്? നിയന്ത്രണമാണ് അല്ലെ? നിയന്ത്രിക്കുന്ന ഒരു ഫാക്ടറാണ് മാനദണ്ഡം അല്ലെങ്കിൽ നോംസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നോംസ് എന്താണ്? ഒരു ഗണത്തിൽപ്പെട്ടവർ പൊതുവെ അംഗീകരിക്കുന്ന പെരുമാറ്റത്തിന്റെ മാതൃകയാണ് പെരുമാറ്റ മാതൃക എന്ന് പറയുന്നത്. അതായത് ഒരു ഗണത്തിൽപ്പെട്ടവർ പൊതുവെ അംഗീകരിക്കുന്ന പെരുമാറ്റത്തിന്റെ മാതൃകയാണെന്ന് പറയുന്നത് പെരുമാറ്റ മാതൃക. അതായത് ഒരു ഗ്രൂപ്പിലുള്ളവർ എന്ത് ചെയ്യുന്നു? അംഗീകരിക്കുന്ന പെരുമാറ്റത്തിന്റെ മാതൃകയാണ് പെരുമാറ്റ മാതൃക എന്ന് പറയുന്നത്. അപ്പോ സമൂഹത്തിന്റെ ഭാഗമാണല്ലോ ഈ നോംസ്. സൊസൈറ്റിയിൽ ഉള്ളതാണല്ലോ നോംസ്, കസ്റ്റംസ്, വാല്യൂസ്, ഇതെല്ലാം സൂപ്പർ സിറ്റുവേഷൻസ്, ഇതെല്ലാം എവിടെയുള്ളതാണ്? സമൂഹത്തിലുള്ളത്. അപ്പൊ നോംസും എവിടെ ഉള്ളതാണ്? നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ളതാണ്. അപ്പൊ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് നോംസ് എന്ന് പറയുന്നത്. നോംസ് എങ്ങനെയാവാം? പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. നോംസ് എങ്ങനെയാവാം? പോസിറ്റീവും ആകാം, നെഗറ്റീവും ആവാം. ഒരാളുടെ പെരുമാറ്റത്തെ നമുക്ക് പ്രവചിക്കാൻ കഴിയോ? ഒരിക്കലും കഴിയില്ല അല്ലെ? ഒരാളുടെ പെരുമാറ്റത്തെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? പ്രവചിക്കാനായിട്ട് ഒരിക്കലും പ്രഡിക്റ്റബിൾ ആണോ? അല്ല. ഒരാളുടെ പെരുമാറ്റത്തെ നമ്മളിപ്പോ 10 പേര് കൂടി നിൽക്കുകയാണ്, 11ാമത്തെ അടുത്ത് വരികയാണ്. അവൻ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 10 പേര് കൂടി നിൽക്കുന്നു, അതിൽ ഒരാൾ എങ്ങനെ പെരുമാറുന്നെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് പെരുമാറ്റം എന്തല്ല? പ്രഡിക്റ്റബിൾ അല്ല. പ്രഡിക്റ്റബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രവചിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുന്നു. ഡിഫൈൻ ദ ടേംസ് നോംസ്. നോംസ് എന്ന് പറയുന്ന പദത്തെ വിശദീകരിക്കുക. എങ്ങനെ പറയും നിങ്ങള്? സമൂഹത്തിലെ ആളുകൾ പിന്തുടരേണ്ട മാർഗനിർദ്ദേശങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നോംസ് എന്ന് വിളിക്കുന്നത്. സമൂഹത്തിൽ ആളുകൾ പിന്തുടരേണ്ട മാർഗനിർദ്ദേശങ്ങളെയാണ് നോംസ് എന്ന് വിളിക്കുന്നത്. മറ്റു വ്യക്തികളുമായി ഇടപഴകുക അല്ലെ? മറ്റു വ്യക്തികളുമായിട്ട് ഇടപഴകുമ്പോൾ മാനദണ്ഡങ്ങൾ എങ്ങനെയായിരിക്കാം? വ്യത്യസ്തമായിരിക്കാം അല്ലെ? മാനദണ്ഡങ്ങൾ എങ്ങനെയാണ്? വ്യത്യസ്തമാണ്. എന്താണ് ഇവിടെ പറയുന്നുണ്ട്? ഒരു ഗണത്തിൽപ്പെട്ടവരുടെ മാനദണ്ഡങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രവചിക്കാൻ പറ്റുമോ? ഇല്ല, പ്രവചിക്കാൻ കഴിവുള്ളതല്ല. പിന്നെന്താണ്? സമൂഹത്തിന്റെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? നോംസ്. സമൂഹത്തിന്റെ ഭാഗമാണ് നോംസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് എന്താണ്? പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നുണ്ട്. എല്ലാവരുടെയും പെരുമാറ്റം ഒരുപോലെയാണോ? അല്ല. പെരുമാറ്റം എങ്ങനെയാണ്? ടോട്ടലി ഡിഫറെന്റ് ആണ്. പെരുമാറ്റം എങ്ങനെയാണ്? ടോട്ടലി ഡിഫറെന്റ് ആണ്. പെരുമാറ്റം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? പ്രവചിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല, പ്രവചിക്കാനായിട്ട് സാധിക്കില്ല. സമൂഹത്തിന്റെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? നോംസ് എന്ന് പറയുന്നത്. സമൂഹത്തിന്റെ ഭാഗമാണ് നോംസ് എന്ന് പറയുന്നത്. അപ്പൊ നോംസ് എന്താണെന്ന് മനസ്സിലായോ? പിടികിട്ടിയോ? ഒരാളുടെ പെരുമാറ്റത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രവചിക്കാനോ ഒരാളുടെ പെരുമാറ്റം നമുക്ക് ഇന്നതായിരിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാനോ കഴിയില്ല. പെരുമാറ്റം എങ്ങനെയായിരിക്കാം? പോസിറ്റീവ് ആവാം, നെഗറ്റീവും ആകാം. ഓക്കെ. ഇനി എന്താണ് വാല്യൂസ്? വാല്യൂസ് എളുപ്പമല്ലേ പഠിക്കാൻ? വാല്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്? സാമൂഹ്യ വ്യവസ്ഥിതിയുടെ സ്ഥിരതയ്ക്ക് തന്നെ കാരണം വാല്യൂസ് ആണ്. സാമൂഹിക വ്യവസ്ഥിതിയുടെ സ്ഥിരതയ്ക്ക് തന്നെ കാരണം എന്താണ്? വാല്യൂസ് ആണ്. വാല്യൂസ് എന്ന് പറയുമ്പോൾ മൂല്യബോധം. നമുക്കറിയാം ഒരു മൂല്യബോധമുള്ള ഒരു തലമുറയാണ് നമ്മൾ വാർത്തെടുക്കണം എന്നൊക്കെ നമ്മൾ പലപ്പോഴും കോരാ പറയുന്നുണ്ട് അല്ലെ? അതിന്റെ അർത്ഥം എന്താണ്? ജീവിക്കുന്നത് എങ്ങനെയായിരിക്കണം? മൂല്യമുള്ളതായിരിക്കണം. അതായത് ഒരു യൂസ്ഫുൾ ആയിരിക്കണം. അത് മാത്രമല്ല എന്തെന്ന് പറയുന്നത്? നമ്മളെ ഒരു ലക്ഷ്യസ്ഥാനത്തിലോട്ട് നയിക്കുന്നതായിരിക്കണം അല്ലെ? ജീവിതം എന്ന് പറയുമ്പോൾ എന്താണ്? ലക്ഷ്യസ്ഥാനത്തിലോട്ട് നയിക്കുന്നതായിരിക്കണം, മൂല്യമുള്ളതായിരിക്കണം. അതായത് എങ്ങനെയോ ജീവിക്കുന്നതല്ല. ഒരു സാമൂഹിക വ്യവസ്ഥിതിക്ക് തന്നെ എന്താണ് കാരണം എന്ന് പറയുന്നത്? എന്താണ്? വാല്യൂസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു സാമൂഹിക വ്യവസ്ഥിതിയുടെ സ്ഥിരതയ്ക്ക് തന്നെ കാരണം എന്താണ്? വാല്യൂസ് ആണ്. അപ്പൊ വാല്യൂസും നോംസും തമ്മിൽ നിങ്ങളോട് ചിലപ്പോ മാറ്റങ്ങൾ ചോദിക്കാം അല്ലെ? ക്ലാസിഫിക്കേഷൻ ചോദിക്കാം അല്ലെ? അപ്പൊ എങ്ങനെ എഴുതും നിങ്ങള്? നോംസ് എന്ന് പറയുന്നത് എന്താണ്? ഒരാളുടെ പെരുമാറ്റത്തെ നമുക്ക് പ്രവചിക്കാൻ കഴിയോ? ഇല്ല. പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. അതവിടെ കഴിഞ്ഞു. അപ്പൊ വാല്യൂസ് എങ്ങനെയായിരിക്കും? സാമൂഹിക വ്യവസ്ഥിതിയുടെ സ്ഥിരതയ്ക്ക് തന്നെ കാരണം എന്താണ്? വാല്യൂസ് ആണ്. സാമൂഹ്യ വ്യവസ്ഥയുടെ സ്ഥിരതയ്ക്ക് തന്നെ കാരണം വാല്യൂസ് ആണ്. വാല്യൂസ് എങ്ങനെയാ അവിടെ പറയുന്നുണ്ട്? നമുക്ക് അതിന്റെ കുറച്ച് സവിശേഷതകൾ കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. എന്താണ് ഫീച്ചേഴ്സ്? ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഫീച്ചേഴ്സ്? സാമൂഹ്യ വ്യവസ്ഥിതിയുടെ
സ്ഥിരതയ്ക്ക് കാരണം വാല്യൂസ് ആണ് നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഇനി രണ്ടാമത് എന്താണ്? ദൈനംദിന ജീവിതത്തെ വിലയിരുത്തുന്നു, അല്ലെ? വിലയിരുത്തുന്നതിനും മുൻഗണനകൾ ക്രമീകരിക്കുന്ന മാനദണ്ഡങ്ങളാണ് വാല്യൂസ്. വാല്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡേ ടു ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? മനസ്സിലാക്കുന്നു. ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മുൻഗണനകൾ നൽകുന്നു വാല്യൂസിലൂടെ. ലക്ഷ്യങ്ങളെ കുറിച്ചും ജനങ്ങളുടെ പെരുമാറ്റത്തെ കുറിക്കുന്ന മാർഗനിർദ്ദേശങ്ങളാണ്. ലക്ഷ്യം എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കൊരു എയിം ഉണ്ട്, അല്ലെ? എയിമിനെ കുറിച്ചും അവരുടെ എന്താണ് പെരുമാറ്റത്തെ കുറിച്ചും ഒക്കെ കുറിക്കുന്നത് എന്താണ്? വാല്യൂസ് ആണ്. ഓരോ ജനതയ്ക്കുള്ള മൂല്യം പ്രത്യേകിച്ച് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുമോ? ഇല്ല, നമുക്ക് ഒരിക്കലും നിരീക്ഷിക്കാൻ കഴിയില്ല. കാരണം വാല്യൂസ് എന്നൊക്കെ പറയുമ്പോൾ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിരീക്ഷിക്കാൻ, വാച്ച് ചെയ്യാൻ പറ്റുമോ? ഇന്ന ആൾ ഇന്ന വാല്യൂ ആയിട്ട് നിൽക്കണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പൊ വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് കഴിയില്ല. ഒരു സമൂഹത്തിലെ വൈവിധ്യമാർന്ന വ്യക്തികൾക്ക് എന്താണ്? നേടിയെടുക്കുന്നതിനുള്ള നിയമാനുസൃതമായ വസ്തുക്കളായി അവതരിപ്പിക്കപ്പെടുന്ന സാംസ്കാരികമായി നിർമ്മിച്ച ലക്ഷ്യങ്ങളാണ് മൂല്യങ്ങൾ. ഒരു ഡെഫിനിഷൻ എഴുതിയെടുത്തോ. ഒരു സമൂഹത്തിലെ വൈവിധ്യമാർന്ന വ്യക്തികൾക്ക് നേടിയെടുക്കുന്നതിനുള്ള നിയമാനുസൃതമായ വസ്തുക്കളായി അവതരിപ്പിക്കപ്പെടുന്ന സാംസ്കാരികമായി നിർമ്മിച്ച ലക്ഷ്യങ്ങളാണ് മൂല്യങ്ങൾ. ഒന്നുമില്ല, സിമ്പിളാണ്. ഒരാള് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എന്താണ്? അവൻ ചിലപ്പോൾ സത്യസന്ധതയുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ ദയുള്ള ആളായിരിക്കാം, കുറച്ചു നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരിക്കും. ഇതെല്ലാം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവനിൽ അടങ്ങിയിരിക്കുന്ന വാല്യൂവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. വാല്യൂസിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അത് പെരുമാറുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, സാമൂഹ്യ വ്യവസ്ഥയുടെ സ്ഥിരതയ്ക്ക് തന്നെ കാരണം എന്താണ്? വാല്യൂസ് ആണ്. സാമൂഹ്യ വ്യവസ്ഥയുടെ സ്ഥിരതയ്ക്ക് തന്നെ കാരണം വാല്യൂസ് ആണ്. ഡേ ടു ഡേ ലൈഫില് ദൈനംദിന ജീവിതത്തെ വിലയിരുത്തുന്നതിനും മുൻഗണനകൾ ക്രമീകരിക്കുന്നതിനുമുള്ള മാനദണ്ഡമാണ് വാല്യൂസ്. മനസ്സിലാവുന്നുണ്ടോ? സാമൂഹ്യ വ്യവസ്ഥയുടെ സ്ഥിരതയ്ക്ക് തന്നെ കാരണം വാല്യൂസ് ആണ്. ദൈനംദിന ജീവിതത്തെ വിലയിരുത്തുന്നതിനും മുൻഗണനകൾ ക്രമീകരിക്കുന്നതിനുമുള്ള മാനദണ്ഡമാണ് വാല്യൂസ്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ലക്ഷ്യങ്ങളെ കുറിച്ചും ജനങ്ങളുടെ പെരുമാറ്റത്തെ കുറിക്കുന്ന മാർഗനിർദ്ദേശങ്ങളാണ്. ഓരോ ജനതയ്ക്കുമുള്ള മൂല്യം പ്രത്യക്ഷത്തിൽ നിരീക്ഷിക്കാൻ കഴിയുന്നതല്ല. ഓരോ ജനതയ്ക്കുള്ള മൂല്യം നമുക്ക് നിരീക്ഷിക്കാൻ കഴിയോ? ഇല്ല. ഓക്കെ, അവിടെ നമ്മളൊരു ഡെഫിനിഷൻ കൂടെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മൂല്യങ്ങൾ എന്താണെന്ന് നോക്കുക. ഇനി മൂല്യം അല്ലെങ്കിൽ വാല്യൂസിന്റെ കുറച്ച് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും? എക്സാമ്പിൾ: സത്യസന്ധത, ഹോണസ്റ്റി, കൈൻഡ്നസ് എന്ന് പറയുമ്പോൾ ദയ, പിന്നെ റെസ്പെക്ട്, അല്ലെ, ബഹുമാനം, പിന്നെ നീതി, ജസ്റ്റിസ്. ഇതെല്ലാം വാല്യൂസിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ വാല്യൂസിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? സത്യസന്ധത, ദയ, കരുണ, നീതി, ഇതൊക്കെ എന്തിൽ വരും? നമ്മുടെ വാല്യൂവിന്റെ അടങ്ങിയിട്ടുള്ള എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഹോളിസം? ഹോളിസം എന്ന് പറയുന്നത് എന്താണ്? വ്യക്തിയും ഗ്രൂപ്പും തമ്മിലുള്ള ബന്ധത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഹോളിസം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയും ഗ്രൂപ്പും തമ്മിലുള്ള ബന്ധമാണ് ഹോളിസം. ഹോളിസം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വ്യക്തിയും ഗ്രൂപ്പും തമ്മിലുള്ള ബന്ധമാണ് ഹോളിസം എന്ന് പറയുന്നത്. അപ്പൊ ഹോളിസം എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, ഒരു വ്യക്തി, ഒരു പീപ്പിൾ, അല്ലെങ്കിൽ എന്താണ്, ഒരു പേഴ്സൺ, അതും പിന്നെ എന്താണ്, ഒരു ഗ്രൂപ്പ്, അല്ലെ, ഒരു ഗ്രൂപ്പും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് ഹോളിസം. HOLISM. അപ്പൊ ഹോളിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയും, ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കുക, ഒരു വ്യക്തിയും ഗ്രൂപ്പും തമ്മിലുള്ള ബന്ധമാണ് എന്തെന്ന് പറയുന്നത്? ഹോളിസം എന്ന് പറയുന്നത്. അപ്പൊ ഹോളിസം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വ്യക്തി, അല്ലെ, ഒരു പീപ്പിൾ, അതുപോലെ ആ വ്യക്തിയും അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിലും പലതരത്തിലുള്ള ബന്ധം കാണും, അല്ലെ, പലതരത്തിലുള്ള ഒരു അടുത്തിടപഴകുന്ന ബന്ധം കാണും, അല്ലെ. അപ്പൊ ഇൻഡയറക്റ്റും ആവാം, ഡയറക്റ്റും ആവാം, അല്ലെ, ബന്ധം. അപ്പൊ അങ്ങനെയുള്ള ബന്ധത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഹോളിസം എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൾച്ചറൽ എൻവറോൺമെന്റ്. എന്താണ് കൾച്ചറൽ എൻവറോൺമെന്റ്? എന്താണ്? ഒരു സമൂഹം ചുറ്റുപാടുമുള്ള, അല്ലെ, ഒരു സമൂഹം പ്രവർത്തിക്കുന്ന ചുറ്റുപാടുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സാംസ്കാരിക പരിസ്ഥിതി എന്ന് പറയുന്നത്. അപ്പൊ ഒരു സമൂഹം പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെ, അതിന്റെ സറൗണ്ടിങ്ങിലുള്ള
സറൗണ്ടിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ചുറ്റുപാടുമുള്ളതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, കൾച്ചറൽ എൻവറോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ കൾച്ചറൽ എൻവറോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കാം, ഇവിടെ പറയുന്നുണ്ട് ഒരു ഡെഫിനിഷൻ രീതിയിലാണെങ്കിൽ ഒരു സമൂഹം പ്രവർത്തിക്കുന്ന ചുറ്റുപാടുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, സാംസ്കാരിക പരിസ്ഥിതി എന്ന് വിളിക്കുന്നത്. അതില് എന്തൊക്കെ വരാം, നമുക്ക് സോഷ്യൽ വരാം, കൾച്ചറൽ വരാം, പിന്നെ എന്താണ് ഇവിടെ നമ്മളെ എക്കണോമിക് പരമായിട്ടൊക്കെ വരാം. മനസ്സിലാവും, അതായത് സാമൂഹിക സാമ്പത്തിക പരിസ്ഥിതി എല്ലാ ഘടനകളുടെ എന്താണ് ഘടകങ്ങളും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇതില് എന്തൊക്കെയാ ഉൾപ്പെടുന്നതെന്നാണ് പറയുന്നത്. നമുക്കറിയാം ലൈഫ് സ്റ്റൈൽസ് അല്ലെ, കുട്ടികൾ ശ്രദ്ധിക്കാം, ലൈഫ് സ്റ്റൈൽസ്, ബിലീവ്സ്, കസ്റ്റംസ്, ഇതെല്ലാം എന്തിൽ വരും, കൾച്ചറൽ എൻവറോൺമെന്റിൽ വരും. ശ്രദ്ധിച്ചിരിക്കുക. ഒന്നുകൂടെ നോക്കാം. ഹോളിസം നമ്മൾ നോക്കി, വ്യക്തിയും ഗ്രൂപ്പും തമ്മിലുള്ള ബന്ധത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഹോളിസം എന്ന് വിളിക്കുന്നത്. അപ്പൊ കൾച്ചറൽ എൻവറോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം, ഒരു സമൂഹം പ്രവർത്തിക്കുന്ന ചുറ്റുപാടുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, കൾച്ചറൽ എൻവറോൺമെന്റ് എന്ന് വിളിക്കുന്നത്. ഒരു സമൂഹം പ്രവർത്തിക്കുന്ന സറൗണ്ടിങ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ചുറ്റുപാടുകളെയാണ് കൾച്ചറൽ എൻവറോൺമെന്റ് എന്ന് വിളിക്കുന്നത്. അവിടെ എന്തൊക്കെ വരാം, സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെയാണ് എന്താ കൾച്ചറൽ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടേക്ക് ഉൾപ്പെടാറുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് നോക്കിക്കേ. എന്തൊക്കെയാണ്, കസ്റ്റംസ് വരാം, ഹാബിറ്റ്സ് വരാം, ബിലീഫ്സ്, ലൈഫ് സ്റ്റൈല്, ട്രഡീഷൻസ്, സോഷ്യൽ സ്ട്രക്ചർ, റീജിയണൽ ആൻഡ് റിലീജിയസ് ഐഡിയാസ്, സോഷ്യൽ ഇൻട്രസ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? കസ്റ്റംസ് എന്ന് പറയുമ്പോൾ എന്താണ്, ആചാരങ്ങൾ അല്ലെ. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആചാരങ്ങളുണ്ട്. ഹിന്ദു മത ആചാരങ്ങളുണ്ട്, ക്രിസ്ത്യൻ മത ആചാരങ്ങളുണ്ട് അല്ലെ. നമ്മള് ഈ ക്ഷേത്രങ്ങളിലെല്ലാം എന്താണ് പറയെടുപ്പ്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളില്ല. അതുപോലെ ക്രിസ്ത്യൻസിൽ കുറെ നോയമ്പ്, അതൊക്കെ കസ്റ്റംസ് ആണ് അല്ലെ. പിന്നെ സൂപ്പർ സിറ്റുവേഷൻ, അന്ധവിശ്വാസങ്ങൾ, കുറെ വിശ്വാസങ്ങൾ എല്ലാ മതത്തിലും ഉണ്ട്. അത് അന്ധവിശ്വാസമാകാം, വിശ്വാസവും ആകാം. പിന്നെ എന്താണ്, ലൈഫ് സ്റ്റൈല്, ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഇല്ലേ നമുക്ക്. ജീവിത ശൈലി എന്ന് പറയുമ്പോൾ തന്നെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം എവിടെ വരുന്നതാണ്, കൾച്ചറൽ എൻവറോൺമെന്റിൽ വരുന്ന. ട്രഡീഷൻസ്, നമുക്കൊരു പാരമ്പര്യം ഉണ്ടല്ലേ, ട്രഡീഷൻ ആണ്. ഓണം അല്ലെ, പൈതൃക ഉത്സവമായിട്ട് ഓണം, ക്രിസ്മസ്, ഇങ്ങനെയുള്ള നമ്മൾ കുറച്ച് വിഷു അല്ലെ, ഇങ്ങനെയുള്ള കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ മനോഹരമായ ആചാരങ്ങൾ നമ്മൾ കീപ്പ് ചെയ്തു പോകുന്നുണ്ട്. ട്രഡീഷൻ ആണ്. പിന്നെ സോഷ്യൽ സ്ട്രക്ചർ ഉണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ. നമുക്ക് പണ്ട് തൊട്ടേ ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു എന്താണ് ശ്രേണീകരണമാണ് അല്ലെ. പണ്ടാണെങ്കിൽ അതെങ്ങനെയായിരുന്നു, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, അങ്ങനെയൊക്കെ ഉള്ള ഒരു കാസ്റ്റ് സ്ട്രക്ചർ അല്ലെ, കാസ്റ്റിലുള്ള ഒരു ശ്രേണീകരണം ഉണ്ടായിരുന്നു. ഇപ്പോ എന്താണ് പറയുന്നത്, സൊസൈറ്റിക്ക് എന്താണ് പ്രവർത്തിക്കാൻ വേണ്ടി ഒരു സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കാം. പിന്നെ എന്താണ്, റീജിയണൽ ആൻഡ് റിലീജിയസ് സൈഡ്, മതപരമായ വിശ്വാസങ്ങളില്ലേ നമുക്ക്. അതിപ്പോ ഒരാള് ഏത് മതത്തിൽ വിശ്വസിക്കാനും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നമുക്ക് റൈറ്റ് ഉണ്ട്. ഏത് മതത്തിലും റിലീജിയസ് ആണ്, നമുക്ക് ഏത് മതം, അതാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത്. മതങ്ങളുടെ വൈവിധ്യങ്ങൾ നിറഞ്ഞ നാടാണ് ഇന്ത്യ അല്ലെ. ഏത് മതത്തിൽ വിശ്വസിക്കാൻ നമുക്ക് എന്തുണ്ട്, റൈറ്റ് ഉണ്ട്. അതാ ഇവിടെ പറയുന്നത് എന്താണ്, റിലീജിയസ് ഐഡിയാസ് ഉണ്ട്. പിന്നെ സോഷ്യൽ ഹയറാർക്കി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു എന്താണ് ശ്രേണീകരണം, അല്ലെങ്കിൽ എന്താണ് ഉയർന്ന താഴ്ന്നത് എന്നൊക്കെയുള്ള ഒരു ഹയറാർക്കിയും ഇവിടെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താണ് കൾച്ചറൽ എൻവറോൺമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സമൂഹം പ്രവർത്തിക്കുന്ന ചുറ്റുപാടുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, സാംസ്കാരിക പരിസ്ഥിതി എന്ന് വിളിക്കുന്നത്. ഒരു സമൂഹം പ്രവർത്തിക്കുന്ന ചുറ്റുപാടുകളെയാണ് സാംസ്കാരിക പരിസ്ഥിതി എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെ വരാം, കൾച്ചറൽ വരാം, ഇക്കണോമിക്സ് വരാം, അല്ലെ ഇക്കണോമിക് ആയിട്ട് വരാം, പിന്നെ എന്താണ് സാമ്പത്തികപരമായിട്ടൊക്കെ വരാം. അവിടെ പറയുന്നുണ്ട് സാമ്പത്തികപരമായിട്ട്, സാമൂഹികപരമായിട്ട് ഒക്കെ ഉള്ളതിനെയാണ് എന്താ വിളിക്കുന്നത്, കൾച്ചറൽ എൻവറോൺമെന്റ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്, കൾച്ചറൽ എൻവറോൺമെന്റ് എന്ന് പറയുന്നത്. ഈ കൾച്ചറൽ എൻവറോൺമെന്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്, കസ്റ്റംസ്, റിലീജിയസ്, റീജിയണല്, പിന്നെ എന്താണ് ഹാബിറ്റ്സുകൾ, ട്രഡീഷൻസ്, ഹയറാർക്കി, സൂപ്പർ സിറ്റുവേഷൻസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൾച്ചറൽ എൻവറോൺമെന്റിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിരിക്കുക. ഒന്നുകൂടെ നമുക്ക് നോക്കാം. നമ്മൾ നോക്കിയത് ഈ ചാപ്റ്ററിൽ എന്താണ് നോംസ് എന്ന് നോക്കി. നോംസ് എന്ന് പറയുമ്പോൾ എന്താണ് നോംസ്, പെരുമാറ്റ മാതൃക. നോംസ് എന്ന് പറയുമ്പോൾ എന്താണ്, പെരുമാറ്റ മാതൃക. ആളുകൾ പിന്തുടരേണ്ട മാർഗനിർദ്ദേശങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, പെരുമാറ്റ മാതൃക എന്ന് പറയുന്നത്. അപ്പൊ ഈ സോഷ്യോളജിയിൽ നമ്മളിപ്പോ 8 ചാപ്റ്ററോളം നോക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇതിൽ എത്രത്തോളം പഠിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കാണ് അറിയാന്നുള്ളത്.
അപ്പോൾ മാക്സിമം നിങ്ങൾ പഠിക്കുക. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇതിന്റെ ഇടയിൽ കൂടെ കുറച്ച് നിങ്ങളോട് പറയട്ടെ, നന്നായിട്ട് പഠിക്കുക. പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിൽ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ നോട്ട് എടുക്കുക, ജസ്റ്റ് ഒന്ന് ലെക്ചർ നോട്ട് എഴുതുക, പിന്നെ ഒന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ പാഠം നന്നായിട്ട് തറവാവും അല്ലെ. നിങ്ങൾക്ക് എന്ത് സംശയത്തിനും നിങ്ങളെ കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക. അതുപോലെ സോഷ്യോളജി എന്ന് പറയുമ്പോൾ ഈസി സബ്ജക്റ്റ് ആണ്. ഈസി എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ് അല്ലെ. ടീച്ചർ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു ചോദിച്ചാൽ ഈസി ആയതുകൊണ്ടാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ആത്മാർത്ഥത്തോടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. കാരണം നമ്മുടെ സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. എല്ലാ കാര്യങ്ങളും സൊസൈറ്റി നടക്കുന്ന കാര്യം. പിന്നെ അതിൽ എന്താണ് പ്രയാസം? ഒരു പ്രയാസവും ഇല്ല, ഒരു പ്രയാസവും ഇല്ല. അപ്പോ എന്തൊക്കെയാണ്, പിന്നെ ഞാൻ ക്ലാസ്സിൽ കുറച്ച് ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. പരിമിതികളുടെ ഇടയിലുള്ള ക്ലാസ് ആണെന്ന് ഞാൻ എപ്പോഴും പറയുന്നു. വീണ്ടും ഈ ക്ലാസ്സിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. കാരണം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുടെ ഇടയിൽ നിന്നാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കാനുള്ളത് മാക്സിമം പഠനം മാത്രം നിങ്ങളുടെ മുന്നിൽ. അത് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചേർന്നിരുന്നിട്ട് പഠിക്കാനാണെങ്കിൽ ഒരിക്കലും സാധിക്കില്ല. സൗകര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നേടിയെടുക്കുകയാണ് വേണ്ടത്. എല്ലാ സൗകര്യങ്ങളും ഇന്ന് പഠിക്കാം, നാളെ പഠിക്കാം, അങ്ങനെയല്ല അല്ലെ. എല്ലാ സൗകര്യങ്ങളും ഓക്കെ ആക്കിയിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് ഇല്ല, നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ തന്നെ നമ്മുടെ സ്റ്റഡിയും കൂടെ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് പോകണം. എങ്കിലാണ് അവിടെ വിജയിക്കാൻ നമുക്ക് സാധിക്കാം. അപ്പൊ നോക്കിക്കേ, ഒന്നുകൂടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം. നമ്മൾ ലാസ്റ്റത്തെ ആ ഒരു രീതിയിലോട്ട് പോവുകയാണ്. എന്താണ് നോംസ് എന്ന് പറയുമ്പോൾ പെരുമാറ്റ മാതൃകയാണ് അല്ലെ. പെരുമാറ്റ മാതൃക, ആളുകൾ പിന്തുടരേണ്ട എന്താണ് മാർഗനിർദ്ദേശങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പെരുമാറ്റ മാതൃക എന്ന് വിളിക്കുന്നത്. സമൂഹത്തിന്റെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? നോംസ് എന്ന് പറയുന്നത്. ഒരാളുടെ പെരുമാറ്റം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരാളുടെ പെരുമാറ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പോസിറ്റീവും ആകാം, നെഗറ്റീവും ആകാം. ഒരാളുടെ പെരുമാറ്റം എന്ന് പറയുമ്പോൾ എന്താണ്? പോസിറ്റീവും ആകാം, നെഗറ്റീവും ആകാം. പിന്നെ ആളുകൾ പിന്തുടരേണ്ട മാർഗനിർദ്ദേശങ്ങളെയാണ് പെരുമാറ്റം എന്ന് പറയുന്നത്. ഒരു സമൂഹം അംഗീകരിക്കുന്ന എന്താണ് മാനദണ്ഡങ്ങളാണ് പെരുമാറ്റം എന്ന് പറയുന്നത്. അപ്പൊ വാല്യൂസ് എന്തായിരിക്കാം? വാല്യൂസ് എന്ന് പറയുമ്പോൾ സാമൂഹിക വ്യവസ്ഥിതിയുടെ കാരണം തന്നെ എന്താണ്? മൂല്യമാണ്. മൂല്യമുള്ള തലമുറ അല്ലെ, മൂല്യമുള്ള വ്യക്തികൾ എന്നൊക്കെ പറയുന്നത് പോലെ സാമൂഹിക വ്യവസ്ഥിതിയുടെ സ്ഥിരതയ്ക്ക് തന്നെ കാരണം വാല്യൂസ് ആണ്. സാമൂഹ്യ വ്യവസ്ഥിതിയുടെ സ്ഥിരതയ്ക്ക് തന്നെ കാരണം വാല്യൂസ് ആണ്. ഡേ ടു ഡേ ദൈനംദിന ജീവിതത്തെ വിലയിരുത്തുന്നതിനും മുൻഗണനകൾ ക്രമീകരിക്കുന്നതിനും മാനദണ്ഡങ്ങൾ എന്താണ്? പ്രാധാന്യം ആണ്. ലക്ഷ്യങ്ങളെ കുറിച്ചും ജനങ്ങളുടെ പെരുമാറ്റത്തെക്കുറിച്ചും നൽകുന്നത് നമ്മുടെ വാല്യൂസ് ആണ്, മാർഗനിർദ്ദേശങ്ങൾ ആണ്. ഓരോ ജനതയ്ക്കും ഉള്ള മൂല്യം എങ്ങനെയായിരിക്കും? പ്രത്യക്ഷത്തിൽ നിരീക്ഷിക്കാൻ നമുക്ക് കഴിയോ? ഇല്ല. ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇല്ല, ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു സമൂഹത്തിലെ വൈവിധ്യമാർന്ന വ്യക്തികൾ നേടിയെടുക്കുന്ന നിയമാനുസൃതമായ വസ്തുക്കളായി അവതരിപ്പിക്കപ്പെടുന്ന ഡെഫിനിഷനാണ്. അത് ജസ്റ്റ് ഒന്ന് പഠിക്കുക. പിന്നെ വാല്യൂസിൽ എന്തൊക്കെ വരാം? ഹോണസ്റ്റ്, സത്യസന്ധത വരാം, ദയ വരാം, കാരുണ്യം വരാം, പിന്നെ എന്താണ്? നീതി വരാം, ജസ്റ്റിസ്. ഇതൊക്കെ എന്തിൽ വരുന്നുണ്ട്? നമ്മുടെ വാല്യൂസിൽ വരുന്നുണ്ട്. ഹോളിസം എന്ന് പറയുമ്പോൾ എന്താണ്? വ്യക്തിയും ഗ്രൂപ്പും തമ്മിലുള്ള ബന്ധത്തെയാണ് എന്ത് വിളിക്കുന്നത്? ഹോളിസം എന്ന് പറയുന്നത്. വ്യക്തിയും ഗ്രൂപ്പും തമ്മിലുള്ള ബന്ധത്തെയാണ് ഹോളിസം എന്ന് പറയുന്നത്. കൾച്ചറൽ എൻവറോൺമെന്റ് എന്താണ്? കൾച്ചറൽ എൻവറോൺമെന്റ് സാമൂഹികപരമായിട്ടുള്ള പരിസ്ഥിതി. ഒരു വ്യക്തിക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ ഒരു സമൂഹം ചുറ്റുപാടുമുള്ള പ്രവർത്തിക്കുന്ന ചുറ്റുപാടുകളെയാണ് എന്താ വിളിക്കുന്നത്? കൾച്ചറൽ എൻവറോൺമെന്റ് എന്ന് വിളിക്കുന്നത്. കൾച്ചറൽ എൻവറോൺമെന്റിൽ എന്തൊക്കെ വരാം? സൊസൈറ്റിയിലുള്ള സാമൂഹികപരമായിട്ട് കാര്യം വരാം, സാമ്പത്തികപരമായ കാര്യങ്ങൾ വരാം, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ വരാം. പിന്നെ എന്താ പറയുന്നത്? അതിൽ കുറച്ച് ഇൻക്ലൂഡ് എന്ത് ചെയ്യുന്നുണ്ട്? കസ്റ്റംസ് വരാം, ബിലീവ്സ് വരാം, ഹൈറാർക്കി വരാം. അതുപോലെ തന്നെ എന്താണ്? ലൈഫ് സ്റ്റൈൽസ്, ട്രഡീഷൻസ്, സോഷ്യൽ സ്ട്രക്ചേഴ്സ്, ഇതെല്ലാം നമ്മുടെ കൾച്ചറൽ എൻവറോൺമെന്റിൽ പ്രാധാന്യപ്പെട്ടതാണ്. അപ്പോ ഈ സോഷ്യോളജിയിൽ ഇത്രയും ക്വസ്റ്റ്യൻ ഞാൻ ഉറപ്പ് നിങ്ങൾക്ക് പറയുന്നു, 100% ആയിട്ട് ഞാൻ പറയുന്നു, ഈ ഒരു 5 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഈ മാർക്ക് എടുക്കാൻ കഴിയും. കാരണം എളുപ്പമുള്ള ഒരു പാഠമാണ്. ഇനിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ ഈ 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന 5 ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് +2 എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. ഈ പാഠത്തിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. നന്നായിട്ട് പഠിക്കുക. ഓരോ ദിവസവും ഇന്നത് തന്നെ പഠിക്കാനുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ചാപ്റ്റർ മാത്രം പഠിക്കുക. അപ്പോൾ സോഷ്യൽ സ്ട്രക്ചർ, സോഷ്യൽ വാല്യൂസ്, നോംസ്, വാല്യൂസ്, ഇതെല്ലാം നമുക്ക് അറിയാന്നുള്ള കാര്യങ്ങളാണ് അല്ലെ. എല്ലാം നമുക്ക് അറിയാന്നുള്ള. അപ്പൊ ഈ 5 ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചാൽ മതി. 5 ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാം, കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. എന്നും പറയുന്നത് പോലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ പരിചയപ്പെടുത്തി കൊടുക്കുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.